ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ. ഇന്നൊരു ഫിഷ് കട്ടിങ് വീഡിയോ ആണ്. ഇത് എൻ്റെ അമ്മയാണ് കേട്ടോ. ഇന്ന് ഉച്ചക്കത്തേക്ക് നമുക്ക് കറക്കി കിട്ടിയിരിക്കുന്ന നല്ല അടിപൊളി ഒരു കേരച്ചൂരയാണ്. അപ്പോൾ എത്ര പെട്ടെന്ന് അല്ലെങ്കിൽ എത്ര വേഗം മാക്സിമം വേസ്റ്റേജ് കുറച്ചൊരു ഫിഷ് കട്ട് ചെയ്തെടുക്കാം എന്നാണ് ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നത്. അമ്മ ഒരുവിധപ്പെട്ട എല്ലാ മീനുകളും നല്ല പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കും കേട്ടോ. വലിയ വലിയ മീൻ മാർക്കറ്റിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഫിഷ് കട്ട് ചെയ്തൊക്കെ തരും. പക്ഷേ അത്രത്തോളം പെർഫെക്ഷനൊന്നും കാണത്തില്ല. എങ്കിലും മാക്സിമം വേസ്റ്റേജ് കുറച്ച് നമുക്ക് വീട്ടിൽ അമ്മ നന്നായിട്ട് കട്ട് ചെയ്യും. ഈ ചൂരയുടെയൊക്കെ തല മാത്രം നമുക്കിങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതൊക്കെ നമ്മൾ കോടാലി കൊണ്ട് വരെ വെട്ടുന്ന തല വരെ അമ്മ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത്ര പെർഫെക്റ്റ് ആയിട്ട് അമ്മ ഫിഷ് കട്ട് ചെയ്തും. ഓക്കെ, കണ്ണ് കിട്ടാതിരിക്കട്ടെ. അപ്പോൾ ഇത് തല നമ്മൾ ഉടലിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റി അതിൻ്റെ അകത്ത് ചെകിളപ്പൂക്കളൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇത് കഴുകിനകത്ത് ഇങ്ങനെ കറുപ്പ് കളറിലൊരു ബ്ലഡ് കട്ടിയായിട്ടുള്ളതൊക്കെ കാണും. അപ്പോൾ അതൊക്കെ എടുത്ത് കളയും. എന്നിട്ട് സൈഡിലെ ചെകിളൊക്കെ ഇങ്ങനെ നന്നായിട്ട് ചെതമ്പൽ കാണും. അതായത് ഒരു പശു പോലൊരു സംഭവം. അപ്പോൾ അതൊക്കെ ചത്തി കൊണ്ട് തന്നെ നന്നായിട്ട് ചിരണ്ടി കളഞ്ഞു. അപ്പോൾ ഇത് തല സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ഉടലിലോട്ടാണ്. ഉടൽ രണ്ടായിട്ട് കട്ട് ചെയ്ത് ആദ്യം മാറ്റും. എന്നിട്ട് പിന്നെ അത് 4 പീസാക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. നമ്മളിവിടെ വീട്ടിൽ തൊലി ഉപയോഗിക്കാറില്ല. അതായത് ചിലർ മീൻ കറി വെക്കുമ്പോൾ ഇങ്ങനെ തൊലിയോടുകൂടി കറി വെക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ചൂരയുടെയോ അങ്ങനെയുള്ള മീനിൻ്റെയോ ഒന്നും തൊലിയോടുകൂടി കറി വയ്ക്കരുത്. നമ്മൾ തൊലിയിൽ നിന്ന് ഇങ്ങനെ അത് മാക്സിമം മാംസം പോവാത്ത രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയ്ക്കകത്തൂടെ കാണിക്കാൻ ശ്രമിക്കുന്നു വേസ്റ്റ് എത്രത്തോളം കുറച്ചിട്ടാണ് ഫിഷ് കട്ട് ചെയ്യുന്നുള്ളതാണ് കേട്ടോ. വലിയ വലിയ കത്തികളോ അങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ടൊന്നും അല്ല ഇപ്പം അമ്മ മീൻ കട്ട് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ സാധാ കറിക്കരിക്കുന്ന കത്തി വെച്ചാണ് കേട്ടോ. എല്ലാ അമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. എൻ്റെ അമ്മ എങ്ങനെയാണ് മീൻ കട്ട് ചെയ്യുന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഫിഷ് 2 സൈഡും കട്ട് ചെയ്തിടും. ഇതിൻ്റെ മുള്ള് മാത്രമായിട്ട് ഇങ്ങനെ നമ്മൾ ഒടിച്ചിടും കേട്ടോ. അതിനകത്തുനിന്ന് കുറച്ച് മാംസം വെച്ചേക്കും. അപ്പോൾ അതും പ്രത്യേകം കഴിക്കുന്നതിന് ഭയങ്കര ടേസ്റ്റാണ്. എന്നിട്ട് ഈ ചൂരമീനകത്തുനിന്ന് ഒരു മുട്ടയും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ വറക്കാനുള്ള രീതിയിൽ എടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, തൊലിക്കകത്തുനിന്ന് ഇങ്ങനെ മാംസം കട്ട് ചെയ്ത് മാറ്റും. അപ്പോൾ നീ നോക്കിയേ, ഒട്ടും വേസ്റ്റേജ് ഇല്ല. തൊലിയും ജസ്റ്റ് ആ ചെകിളപ്പോഴും അങ്ങനെയുള്ളതൊക്കെ ഉള്ളൂ. അല്ലാതെ ഇത്രയും വേസ്റ്റേ ഉള്ളൂ. ഇത്രയും വലിയൊരു മീൻ കട്ട് ചെയ്തിട്ട് മാംസം എല്ലാം സെപ്പറേറ്റ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് കഴുകും കേട്ടോ. പിന്നെ നമ്മൾ കഴുകാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ കുറച്ച് കുടംപുളി ഇട്ട് വെച്ചിട്ട് നമ്മളിത് കഴുകുവാണെങ്കിൽ പെട്ടെന്ന് മീനിൽ അഴുക്ക് പോയി കിട്ടും കേട്ടോ. അതൊരു ടിപ്പാണ്. അപ്പം വേറൊരു കാര്യം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. തീർച്ചയായും ബെൽ ബട്ടണും അമർത്തണം കേട്ടോ. അപ്പോൾ ഇത് മീനെല്ലാം നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ വീഡിയോസിനായിട്ട് ഇനി എൻ്റെ ചാനൽ വാച്ച് ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ബൈ.